ബാവാ മുതുകിന്ന് കുത്തുബായി വന്നവർ, ബാപ്പാന്റെ മുതുകിന്ന് കുത്തുബായി വന്നവരാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അസീസ്. ഉന്നതനായ മഹാന. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ പോലും തെറ്റുകുറ്റങ്ങളെ കുറിച്ച് തടയപ്പെട്ടൊരവസ്ഥ, മഹ്ഫൂളായ അവസ്ഥ കാണാം. അല്ലെ, കള്ളനെ പിടിച്ചപ്പം ഉമ്മ പറഞ്ഞു കള്ളം പറയരുതെന്ന് പറഞ്ഞതിന്റെ പേരിൽ കള്ളന്റെ കയ്യിൽ പൊന്നു കൊടുത്തോവർ ചെറുപ്പത്തില്. ആ കളവ് ചെയ്യാത്ത കാരണം ആ കള്ളന്മാരൊക്കെയും മഹാന്മാരായി മാറി ചരിത്രങ്ങൾ പഠിച്ചതാ. പപ്പാന്റെ ചരിത്രത്തിൽ പറഞ്ഞ അസീസിന്റെ റമദാൻ മാസത്തിൽ മാസപ്പിറവിന്റെ പ്രശ്നം വന്നു, നാട്ടിലൊക്കെ ഉണ്ടാകുന്ന പോലെ പ്രശ്നം വന്നു. അപ്പം റമദാൻ നഷ്ടപ്പെട്ടോ ഇല്ല വിഷയം വന്നപ്പോ ഒരു മഹാൻ പറഞ്ഞു, ബഗ്ദാദിലൊരു കുട്ടി ജനിച്ചിട്ടുണ്ട്, കഴിഞ്ഞ കൊല്ലം റമദാനെ കുട്ടി പകല് പാലുടിച്ചിട്ടില്ല, അവിടെ നിന്ന് പോയി വെക്കാൻ പറഞ്ഞു. അപ്പൊ നാട്ടുകാർ പോയി നോക്കി, നമ്മളെ ഭാര്യ വാശിയൊന്നും ഉൾക്കുണ്ടായില്ല, അവർക്ക് ഹക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നുള്ളൂ. ചെന്ന് നോക്കുമ്പോ ഇന്നലെ പകല് കുട്ടി പാലുടിച്ചിട്ടില്ല, അവ നോമ്പ് നഷ്ടപ്പെട്ടു. ഇങ്ങനെ ജീവിച്ച, ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ച മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഓൽക്കെന്തിനാ ശേഖിന്റെ ആവശ്യം വന്നത്? ഓൽക്കെന്തിനാ ശേഖിന്റെ ആവശ്യം വന്നു? അവിടെ നിന്ന് അവസാനം പറഞ്ഞ വാക്കെന്താ? മുറബിയായ ശേഖിൽ നിന്നും സിൽസില റസൂലുള്ളാഹി വരെ മുട്ടുന്ന സിൽസിലയുള്ള മുറബിയായ ശേഖിൽ നിന്നും തൗഹീദ് സ്വീകരിച്ചില്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കൽ അതിവിദൂരമാണ്. ബഹുമാനപ്പെട്ട മഹാന്മാർ പറയുന്നു, ഇങ്ങനെ ശേഖില്ലാത്തവർ ആസിൻ ലില്ലാഹി വല റസൂലിഹി, അള്ളാഹ്ക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് ചെയ്തവരാണ് എന്ന്. അപ്പൊ നിങ്ങൾ ഈ തെറ്റും കുറ്റങ്ങളൊക്കെ വരും, മനുഷ്യന്റെ ജീവിതത്തിൽ വരും, അത് മനുഷ്യന്മാരാണ്. പക്ഷെ ധിക്കാരം വരൂല. അപ്പൊ ശൈഖ് ഇല്ലാതിരിക്കുന്ന വലിയൊരു ധിക്കാരാണ്.